السلام عليكم ورحمة الله وبركاته. بسم الله الحمد لله اللهم صل على سيدنا محمد وعلى آل سيدنا محمد. ബഹുമാന്യരായ സഹോദരന്മാരെ സഹോദരിമാരെ, മസാജിദ്, പള്ളിയിലേക്ക് നടന്നു പോകുന്നതിന്റെ മഹത്വമാണ് ഇന്നത്തെ ഹദീസുകളിൽ പറയുന്നത്. പള്ളി നിസ്കരിക്കുക, മഷി എന്ന് പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്. പരമാവധി നടന്നിട്ട് തന്നെ പോവുക. പിന്നെ ഇന്ന് വാഹനങ്ങളിലൊക്കെ പോകുന്ന സൗകര്യം നോക്കിയിട്ട് നടന്നു പോകുന്നത് അത്രമാത്രം ശ്രേഷ്ഠമാണ്. ഒന്ന്, ഏറ്റവും ശ്രേഷ്ഠം പള്ളിയിൽ നിന്ന് എങ്ങനെയെങ്കിലും നിസ്കരിക്കുക എന്നുള്ളത്. രണ്ടാമത് നടന്നു പോവുക പള്ളിയിലേക്ക്. അങ്ങനെ രാവിലെയും വൈകുന്നേരം ഒക്കെ നടന്നു പോവുക. അബീ ഹുറൈറ റളിയല്ലാഹു അൻഹു അന്ന നബിയ സല്ലല്ലാഹു അലൈഹി വസല്ലം ഖാൽ, അബൂ ഹുറൈറ പറയാൻ നബി തങ്ങൾ പറഞ്ഞു, മൻ ഗദാ ഇലൽ മസ്ജിദി ഔറാഹ, ആരെങ്കിലും പള്ളിയിലേക്ക് പോയാൽ, ഔറാഹ അല്ലെങ്കിൽ പള്ളിയിൽ നിന്ന് മടങ്ങി വന്നാൽ, അല്ലെങ്കിൽ ഗദവും റവാഹും രാവിലെ പോയി, പിന്നെ അല്ലെങ്കിൽ വൈകുന്നേരം പോയി, അപ്പൊ പള്ളിയിലേക്ക് എപ്പോഴൊക്കെ പോയോ, അഅദ്ദല്ലാഹു ലഹു ഫിൽ ജന്നത്തി നുസുല, അള്ളാഹു അയാൾക്ക് സ്വർഗത്തിൽ ഒരു വീട് ഒരുക്കി തയ്യാറായി കൊടുക്കും. കുല്ലമാൻ ഗദാ ഔറാഹ, എപ്പോഴൊക്കെ പോവുകയും എപ്പോഴൊക്കെ വരികയും ചെയ്യുന്നു അപ്പോഴൊക്കെ ഒരു മൻസിൽ, ഇറങ്ങി താമസിക്കാനുള്ള ഒരു ഇടം. അതേപോലെ തന്നെ നല്ല ഒരു സദ്യ എന്നുള്ള ഉദ്ദേശവും അതിന്, നുസുലം മിൻ ഗഫൂരിർ റഹീം, അള്ളാഹു ഏറ്റവും നല്ല ഇറക്കി കൊടുക്കാവുന്ന ഏറ്റവും നല്ലൊരു സ്ഥാനം അയാൾക്ക് കൊടുക്കുമെന്ന് ഖുർആനിൽ അള്ളാഹു പറയുന്നുണ്ട്. ഇന്നല്ലദീന ഖാലു റബ്ബുനല്ലാഹ് സുമ്മ ഇസ്തഖാമു തതനസ്സലു അലൈഹിമുൽ മലായിക. അപ്പോ ദീനിൽ ഉറച്ചു നിന്ന ആൾക്ക്, അയാൾക്ക് സന്തോഷിച്ചുകൊണ്ട് ചിരിച്ചുകൊണ്ട് മരിക്കാം. മലക്കുകൾ അവർക്ക് എല്ലാവിധ സന്തോഷ വാർത്തയും നൽകിയിട്ടാണ് അവരെ കൊണ്ടുപോവുക എന്നൊക്കെ പറഞ്ഞിട്ട് അവിടെ പറയുന്നുണ്ട്. നുസുലം മിൻ ഗഫൂരിർ റഹീം, റഹീമായ ഗഫൂറായ അള്ളാഹുവിന്റെ അടുക്കൽ നല്ലൊരു സദ്യയാണ് അയാൾക്ക് കിട്ടുന്നതെന്ന്. വഅൻഹു അന്ന നബിയ സല്ലല്ലാഹു അലൈഹി വസല്ലം ഖാൽ, നബി തങ്ങൾ പറഞ്ഞു, മൻ തതഹറ ഫീ ബൈതി, ഒരാൾ വീട്ടിൽ നിന്ന് ശുദ്ധിയായി. അപ്പൊ വീട്ടിൽ നിന്ന് ഒളുവെടുക്ക് പോവുക, അതിന് മഹത്വം നമ്മൾ മുമ്പ് പറഞ്ഞിരുന്നു. അപ്പോൾ പരമാവധി എപ്പോഴും ഒളു സൂക്ഷിക്കുക. പള്ളിയിൽ പോകുമ്പോൾ ഒളുവോട് കൂടി പോവുക. ബാങ്ക് കൊടുക്കുമ്പോൾ തന്നെ ഒളുവോട് കൂടി കേൾക്കാൻ കഴിയുമെങ്കിൽ അത്രയും ശ്രേഷ്ഠമാണ്, അത്രയും പുണ്യമാണ്. മഹാന്മാർ അതിനൊക്കെ ശ്രദ്ധിച്ചിരുന്നു. വീട്ടിൽ നിന്ന് ഒളുവെടുത്ത് പോവുക. അപ്പൊ പള്ളിയിൽ ഒളുങ്ങരങ്ങ് തിരക്കണ്ട, പരമാവധി ഒളുവെടുത്തിട്ട് പോവുക. സുമ്മ മളാ ഇലാ ബൈത്തിൻ മിൻ ബുയൂത്തില്ല, പിന്നെ അള്ളാഹുവിന്റെ വീടുകളിൽപ്പെട്ടൊരു വീട്ടിലേക്ക് അയാൾ പോയി. ലിയഖളിയ ഫരീളതൻ മിൻ ഫറായിലില്ല, അള്ളാഹു നിർണയിച്ചു തന്ന ഫർളുകളിൽ നിന്നൊന്നിനെ പൂർത്തീകരിക്കാൻ വേണ്ടി. കാനത്ത് ഖുതുവാതുഹു ഇഹ്ദാഹ തഹുത്തു ഖതീഅതൻ, അപ്പൊ ഇയാളുടെ ഓരോ ചവിട്ടടിയും, ആ ഓരോന്നും തഹുത്തു ഖതീഅതൻ, ഒരു തെറ്റിനെ മായ്ച്ചു കളയും. വ ഉഖറ, മറ്റൊരു ചവിട്ടടി തർഫഉ ദർജതൻ, ഇയാൾക്ക് ഒരു പദവി ഉയർത്തി കൊടുക്കും. റവാഹു മുസ്ലിം. ഇതൊക്കെ പള്ളിയിൽ പോകുന്നതിന്റെ അതിന്റെ മഹത്വമാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞിരുന്നത്. ഉബയ്യ് ഇബ്നു കഅബ് റളിയല്ലാഹു അൻഹു ഖാൽ, ഉബയ്യ് ഇബ്നു കഅബ് റളിയല്ലാഹു അൻഹു പറയുന്നു, കാന റജുലുൻ മിനൽ അൻസാർ, അൻസാരികളിൽപ്പെട്ട ഒരാൾ, ലാ അഅലമു അഹദൻ അബ്അദ മിനൽ മസ്ജിദ് മിൻഹു, അയാളേക്കാൾ പള്ളിയിൽ നിന്ന് ഏറ്റവും ദൂരത്തായ ഒരാളെ ഞാൻ അറിയില്ല. അഥവാ പള്ളിയിൽ നിന്ന് ഏറ്റവും ദൂരെ താമസിക്കുന്ന ഒരു മനുഷ്യൻ. വക്കാന ലാ തുഖ്തിഉഹു സലാത്തുൻ, അയാൾക്ക് ഒരു നിസ്കാരവും തെറ്റൂലായിരുന്നു. അഥവാ ഒരു ജമാഅത്തും അയാൾ മുടക്കൂല, ജമാഅത്ത് തെറ്റാത്തൊരു മനുഷ്യനായിരുന്നു അയാൾ. ഫഖീല ലഹു, അയാളോട് പറയപ്പെട്ടു, അയാളോട് ആൾക്കാർ പറഞ്ഞു, ഇങ്ങനെ നിങ്ങൾ ഓരോ വക്തിനും ഇത്ര ദൂരത്ത് നിന്ന് ഇത്ര ഇടങ്ങറായിട്ട് നിങ്ങൾ വരണോ? ലവിസ്തറൈത ഹിമാറൻ ലിതർകബഹു ഫിൽ ളൽമാഇ വഫിർ റംലാഇ, ലൽമാ ഇരുൾമുറ്റിയ സമയത്തും വറംലാഇ നന്നായി ചൂട് പിടിച്ചു കിടക്കുന്ന സമയത്തും നിങ്ങൾക്ക് സഞ്ചരിക്കാൻ, ലിതർകബഹു റികാബ് റകിബ യർകബു ലിതർകബഹു, നിങ്ങൾക്ക് സഞ്ചരിക്കാൻ, ഹിമാറൻ ഒരു കഴുതയെ ലവിസ്തറൈത നിങ്ങൾ വാങ്ങിയിരുന്നെങ്കിൽ ഉഷാറല്ലേ, ഒരു വാങ്ങിക്കൂടെ? ഖാല മാ യസുറുനി, എനിക്ക് ഇഷ്ടല്ല, എന്നെ സന്തോഷിപ്പിക്കൂല, അന്ന മൻസിലി ഇലാ ജംബിൽ മസാജിദ്, മസ്ജിദി, പള്ളിന്റെ ചാരത്തിന്റെ വീടാവല് എനിക്കിഷ്ടല്ല. ഇന്നി ഉരീദു അൻ യുക്തബ ലി മംശായ ഇലൽ മസ്ജിദ്, ഞാൻ ആഗ്രഹിക്കുന്നത് എന്റെ മംശായ, എന്റെ നടത്തം, പള്ളിയിലേക്കുള്ള എന്റെ നടത്തം എനിക്ക് അജറുകളായി എഴുതപ്പെടാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. വറുജുഇ ഇദാ റജഅതു ഇലാ അഹ്ലി, എന്റെ തിരിച്ചുള്ള കുടുംബത്തിലേക്കുള്ള എന്റെ മടക്കവും. ഫഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, നബി തങ്ങൾ പറഞ്ഞു, ഖദ് ജമഅ അല്ലാഹു ലക ദാലിക കുല്ലഹു, അതൊക്കെ നിങ്ങൾക്ക് വേണ്ടി അള്ളാഹു ഒരുമിച്ച് കൂട്ടി തന്നിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ആഗ്രഹിച്ച പോലെയുള്ള പ്രതിഫലം നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അയാളോട് പറഞ്ഞു കൊടുത്തു. അപ്പോൾ വരുമ്പോഴും പോകുമ്പോഴൊക്കെ നിങ്ങൾക്ക് പ്രതിഫലം കിട്ടും. ഖദ് ജമഅ അല്ലാഹു ലക ദാലിക കുല്ലഹു. അപ്പൊ അത്രയും നമുക്കൊക്കെ അറിയാം, നാട്ടിൻപുറത്ത് അങ്ങനെ വളരെ ദൂരെ നിന്ന് ജമാഅത്തിന് വരുന്ന ആളുകളുണ്ട്. നമുക്ക് പരമാവധി അടുത്ത് നിസ്കരിക്കാനൊക്കെയാണ്, നമ്മളൊക്കെ ഒരു ടെൻഡൻസി അതാണ്, പ്രവണത അതാണ്. അപ്പൊ അള്ളാഹുവിന്റെ അടുക്കലുള്ള മഹത്വം പ്രതീക്ഷിക്കുമ്പോഴാണ് മനുഷ്യന് ഓരോ നന്മകൾ ചെയ്യാനുള്ള പ്രചോദനങ്ങൾ ഉണ്ടാവുക. അപ്പൊ പള്ളിയിൽ പൊളിസ്ഥിരമായിട്ട് പോയി വരാനുള്ള ഒരു മാനസികാവസ്ഥ അങ്ങനെ ഉണ്ടാവുക. ജാബിർ റളിയല്ലാഹു അൻഹു ഖാൽ ഖലത്തിൽ ബിഖാഉ ഹൗലൽ മസ്ജിദ്, പള്ളിന്റെ അടുത്തുള്ള ഒരു സ്ഥലം ഒഴിഞ്ഞു കിടന്നു.
ഫഅറാദ ബനൂ സലമ, അപ്പൊ ബനൂ സലമ ദൂരത്ത് താമസിക്കുന്നവരാണ്, അയന്തഖിലു ഖുർബൽ മസ്ജിദ്, പള്ളിന്റെ അടുത്തേക്ക് മാറാൻ ഒരു താല്പര്യം. ഫബലഗ ദാലിക നബിയ സല്ലല്ലാഹു അലൈഹി വസല്ലം, അപ്പൊ നബി തങ്ങൾ അറിഞ്ഞു ഇങ്ങനെ അബൂ സലമ വീട്ടിന്റെ അടുത്തേക്ക് മാറാൻ ഉദ്ദേശിക്കുന്നുണ്ട് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അറിഞ്ഞപ്പോ ഖാല ലഹും, അപ്പൊ നബി തങ്ങൾ അവരോട് പറഞ്ഞു, ബലഗനി, എനിക്കെത്തിയിട്ടുണ്ട്, എനിക്ക് വിവരം കിട്ടിയിട്ടുണ്ട്, അന്നക്കും തുരീദൂന അൻ തന്തഖിലു ഖുർബൽ മസ്ജിദ്, നിങ്ങൾ പള്ളിന്റെ അടുത്തേക്ക് വരാൻ ഉദ്ദേശിക്കുന്നു എന്ന് എനിക്ക് വിവരം കിട്ടിയിട്ടുണ്ട്. ഖാലു നഅം യാ റസൂലല്ലാഹ്, നബി അതെ, ഖദ് അറദനാ ദാലിക, പള്ളിന്റെ അടുത്താണ് താമസിക്കാൻ നല്ലതല്ലേ, പള്ളിന്റെ അടുത്ത് പെട്ടെന്ന് എപ്പോഴും ജമാഅത്തൊക്കെ ആയിട്ട് വരാലോ. ഖാലു നഅം യാ റസൂലല്ലാഹ് ഫഖാല, അപ്പൊ നബി തങ്ങൾ പറഞ്ഞു, ബനീ സലമ ദിയാറക്കും തുക്തബു ആസാറക്കും, ബനൂ സലമെ ദിയാറക്കും, നിങ്ങളെപ്പത്തെ വീടുണ്ടല്ലോ അതന്നെ നിങ്ങൾക്ക് മതി, തുക്തബു ആസാറക്കും, ദിയാറക്കും തുക്തബു ആസാറക്കും, നിങ്ങൾ അവിടെ തന്നെ മതി, നിങ്ങൾക്ക് നിങ്ങളുടെ പ്രതിഫലം എഴുതപ്പെടും, നിങ്ങളുടെ അടയാളപ്പെടുത്തപ്പെടും അത്. ഫഖാലു, അപ്പര് പറഞ്ഞു, മാ യസുറുനാ അന്ന കുന്ന തഹവൽന, ഞങ്ങൾ മാറുന്നത് ഞങ്ങൾക്കൊരിക്കലും പിന്നീട് സന്തോഷമാവില്ലായിരുന്നു, ഞങ്ങളെ സന്തോഷിപ്പിക്കില്ലായിരുന്നു. അഥവാ അവിടെ തന്നെ നബി അങ്ങനെ പറഞ്ഞു, എത്രയും ദൂരത്ത് താമസിച്ച് അവിടെ നിന്ന് പള്ളിയിലേക്ക് നടന്നു വന്ന് പോകുന്നത് അത്രയും പ്രതിഫലാർഹമാണെന്ന് നബി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഓർമ്മപ്പെടുത്തുകയായിരുന്നു. അൻ അബി മൂസ റളിയല്ലാഹു അൻഹു ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, നബി തങ്ങൾ പറഞ്ഞു, ഇന്ന അഅ്ളമൻ നാസി അജ്റൻ ഫിസ് സ്വലാത്തി, നിസ്കാരത്തിൽ ഏറ്റവും പ്രതിഫലമുള്ള ആളുകൾ, അബ്അദുഹും ഇലൈഹ, ആ നിസ്കാരത്തിലേക്ക് നിന്ന് ഏറ്റവും ദൂരത്തായ ആളുകളാണ്, മംഷൻ, നടത്തത്താൽ, അഥവാ ഏറ്റവും ദൂരെ നിന്ന് നടന്നു വരുന്ന ആളുകൾക്കാണ്, നടന്നു വന്ന് നിസ്കരിച്ചു പോകുന്ന ആളുകൾക്കാണ് ഏറ്റവും പ്രതിഫലം. ഫഅബഅദഹും, പിന്നെ അവരുടെ തൊട്ട് താഴെ ദൂരം കുറവായിരിക്കാണോ അവർക്കാണ് ഏറ്റവും പ്രതിഫലം. വല്ലദി യന്തളിറു സ്വലാത്ത ഹത്താ യുസല്ലിഹാ മഅൽ ഇമാം അഅ്ലമു അജ്റൻ മിനല്ലദി യുസല്ലിഹാ സുമ്മ യനാം. വല്ലദി, പിന്നെ ഒരുത്തനും, വല്ലദി യന്തളിറു സ്വലാത്ത, ഒരാൾ നിസ്കാരത്തെ പ്രതീക്ഷിച്ചിരിക്കുന്നു, ഹത്താ യുസല്ലിഹാ മഅൽ ഇമാം, ഇമാമിനോട് കൂടെ നിസ്കരിക്കാൻ വേണ്ടി, അങ്ങനത്തെ ആൾ അഅ്ലമു അജ്റൻ, അയാൾക്ക് നല്ല പ്രതിഫലമാണ്, മിനല്ലദി യുസല്ലിഹാ, നിസ്കാരത്തെ നിസ്കരിച്ചിട്ട് സുമ്മ യനാമു, പിന്നെ വേഗം ഉറങ്ങാൻ. അപ്പൊ ഇശാന്റെ നിസ്കാരം ചിലപ്പോൾ ആൾക്കാർ വേഗം നിസ്കരിച്ച് ഉറങ്ങാൻ നോക്കും. അപ്പോൾ തന്നെ സുബൈക്ക് ഉണന്നേക്ക് വേണ്ട നിസ്കരിച്ച് ഏതായാലും കള്ളാവണ്ട, നമ്മൾ സുബൈ നിസ്കരിക്കും ചെയ്യണം, അങ്ങനെ നിസ്കരിച്ചിട്ട് വേഗം ഉറങ്ങാൻ നോക്കും. അപ്പൊ അതിനേക്കാൾ നല്ലത് ഒരാൾ ജമാഅത്ത് ഇമാമിന്റെ കൂടെ കാത്തിരിക്കുന്ന അയാൾക്ക് അതിനേക്കാളും ഏറ്റവും പ്രതിഫലമാണ്. അപ്പോൾ എത്രയെല്ലാം നന്മയുടെ മാർഗത്തിലേക്ക് അഹമഹമികയാ മുന്നോട്ട് വരാൻ മനുഷ്യർ താല്പര്യം കാണിക്കുന്നുവോ അത്രയും പ്രതിഫലമാണ് മനുഷ്യന്, അത്രയും അള്ളാഹുവിന്റെ അടുക്കൽ സ്ഥാനമാണ് ലഭിക്കുന്നത്. അൻ ബുറൈദ റളിയല്ലാഹു അൻഹു അൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഖാൽ ബശ്ശിറുൽ മശാഈന ഫിൽ ദുലമി ഇലൽ മസാജിദ്, പള്ളികളിലേക്ക് ഇരുട്ടുകളിൽ നടന്നു പോകുന്ന ആളുകളെ നിങ്ങൾ സന്തോഷ വാർത്ത അറിയിച്ചു കൊള്ളുക. എന്തുകൊണ്ട്? ബിന്നൂരി താമ്മി യൗമൽ ഖിയാമ, ഖിയാമത്ത് നാളിൽ അവർക്ക് പൂർണ്ണമായ പ്രകാശങ്ങളാൽ അവർ അനുഗ്രഹീതരാകും എന്ന് അവരെ നിങ്ങൾ സന്തോഷ വാർത്ത അറിയിച്ചു കൊള്ളുക എന്ന് നബി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മറ്റൊരു ഹദീസിൽ പറഞ്ഞു. അപ്പോ ഇതൊക്കെ പള്ളിയിൽ നടന്നുപോയി ജമാഅത്തായിട്ട് നിസ്കരിക്കുക, പള്ളിയിൽ പോയിട്ട് നിസ്കരിക്കുക എന്നതിന്റെ മഹത്വമാണ്. നമ്മൾ പലപ്പോഴും പ്രത്യേകിച്ചും അറിവുള്ള ആളുകൾ പോലും ഓരോരുത്തർക്കും, നമ്മളിൽപ്പെട്ട ഓരോരുത്തർക്കും പലപ്പോഴും അതിൽ വീഴ്ചകൾ വരും. വീട്ടിൽ നിന്ന് നിസ്കരിക്കുക എന്ന് വിചാരിക്കും. എപ്പോഴെങ്കിലും ഒരു വീട്ടിൽ നിന്ന് നിസ്കരിക്കുന്നതിനെ കുറിച്ചില്ല, സ്ഥിരമായിട്ട് വീട്ടിൽ നിന്ന് നിസ്കരിക്കുന്ന ആളുകൾ ഉണ്ടാവും. അപ്പോൾ എപ്പോഴെങ്കിലും ഒരു വീട്ടിൽ ജമാഅത്ത് എന്നൊക്കെ ഉദ്ദേശത്തിൽ, അല്ലെങ്കിൽ വീട്ടിൽ ജമാഅത്ത് പഠിപ്പിക്കാൻ, മക്കളെ പഠിപ്പിക്കാൻ, ഇങ്ങനത്തെ കുറെ കാര്യങ്ങൾക്കൊക്കെ വീട്ടിൽ പലപ്പോഴും നിസ്കരിക്കുന്നുണ്ട്. പക്ഷെ ഒരു ആണിനെപ്പോഴും അയാൾ പള്ളിയിൽ പോയിട്ടാണ് നിസ്കരിക്കേണ്ടത്. ഒരു ആണിന്റെ മേലുള്ള കൃത്യമായ ബാധ്യതയാണ്. അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ മക്കളെ, പുരുഷന്മാരെ, വീട്ടിലുള്ള ആളുകളെ പള്ളിയിൽ പോയിട്ട് നിസ്കരിക്കാൻ എപ്പോഴും പ്രേരിപ്പിക്കണം. നമുക്ക് അങ്ങനത്തെ ഒരു പ്രേരണയുണ്ടാകണം. അപ്പോൾ ഇതൊക്കെ പറയുമ്പോൾ പ്രത്യേകിച്ചും സ്ത്രീകളുടെ പള്ളിയിൽ പോയിട്ട് എന്താ നിസ്കരിക്കുക, ഇത് ദീന് നമ്മൾ മുമ്പ് ഒരിക്കൽ ചർച്ച ചെയ്താണ്. ദീനൊരു ബാധ്യതയായിട്ട് പെണ്ണുങ്ങൾക്ക് പറഞ്ഞു, ആണുങ്ങൾക്കൊരു ബാധ്യതയായി നൽകിയതാണ്. ഇത് അവകാശം എന്നതിലേക്ക് അപ്പുറം ബാധ്യത എന്ന രീതിയിലാണ്. അവകാശം ചോദിച്ചവരാണെങ്കിൽ പെണ്ണുങ്ങൾ തടയേണ്ടെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു. എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പെണ്ണുങ്ങൾക്ക് ഇപ്പൊ ഈ പറഞ്ഞ പ്രതിഫലം ഒക്കെ ഉണ്ടല്ലോ, അതിനേക്കാളും ഏറ്റവും ശ്രേഷ്ഠമായ പ്രതിഫലം, ഇതൊക്കെ പ്രതിഫലം പറഞ്ഞു. ഒരു സ്ത്രീയെ, സഹോദരിയെ സംബന്ധിച്ചിടത്തോളം ഈ പറഞ്ഞ പ്രതിഫലമൊക്കെ ഉണ്ടെങ്കിലും ഖൈറുൽ ലഹുന്ന, അവളുടെ വീട്ടിൽ വെച്ച് നിസ്കരിക്കലാണ് ഏറ്റവും ശ്രേഷ്ഠം എന്ന് പറഞ്ഞു. അപ്പൊ ഇതൊരു പണ്ഡിതന്മാർ തടഞ്ഞ അല്ലെങ്കിൽ അവരോട് വരണ്ടെന്ന് പറയില്ല. അള്ളാഹുവിന് ഏറ്റവും ഇഷ്ടമുള്ളത് ഏതാണ് എന്ന് പഠിപ്പിച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത്. അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചതിൽ ഏറ്റവും ഇഷ്ടമുള്ള എന്താണ് പഠിപ്പിച്ചത്. അപ്പൊ അതൊരു പെണ്ണിനെ പള്ളിയിൽ തടയുന്ന, അവളുടെ അവകാശം നിഷേധിക്കുക എന്നുള്ളതിനപ്പുറം ആണുങ്ങളെ സംബന്ധിച്ചിടത്തോളം ഒരു ബാധ്യതയാണ്. ഈ ചർച്ച ചെയ്യുന്നതിനപ്പുറം ഇത് ചെയ്യുന്ന ആളുകൾക്കറിയാം, പള്ളിയിൽ പോയിട്ട് നിസ്കരിക്കുക എന്നുള്ളത് പലപ്പോഴും ഒരു ബാധ്യതയായിട്ടാണ് ആളുകൾക്കാണ്. അത് കാരണം അതൊരു പൈശാചികമായ പ്രേരണയിലുണ്ടാകും പോകാതിരിക്കാൻ.
പോകാനുള്ളൊരു താല്പര്യം ഉണ്ടാകുമ്പോൾ അത് വളരെ പ്രതിഫലാർഹമാണ്. അപ്പോൾ അത് ചെയ്യാൻ പ്രിയപ്പെട്ട സഹോദരന്മാരെ, നമ്മളൊക്കെ പള്ളിയിൽ പോയിട്ട് നിസ്കരിക്കാൻ, ഇത് ഞാൻ എന്നോടാണ് പറയുന്നത്, പിന്നെ ബാക്കിയുള്ള ആളുകളോട്. അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.